യഹൂദന്മാർ എത്ര കാശ് കൊടുത്തെന്നറിയില്ല, വേണ്ടുവോളം പണം, പട്ടാളത്തിന് വേണ്ടുവോളം പണം കൊടുത്തിട്ട് പ്രചരിപ്പിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റതല്ല, യേശുവിൻ്റെ മൃതശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ ഒരു കൂട്ടം ആളുകൾ നാട് നീളെ നടന്ന് തമ്പേറും കൂട്ടി പറയുക, അവൻ ഉയർത്തു, അവൻ ഇപ്പോൾ വരും, അവനെ വിശ്വസിച്ച രക്ഷയാണ് എന്നൊക്കെ പറയുകയാണെന്ന് ഇവരങ്ങ് കാശ് കൊടുത്ത് പ്രചരിപ്പിച്ചിരിക്കുക. അതങ്ങ് വേര് പിടിച്ചു. 30 കൊല്ലം കൊണ്ട് അത് നാട് നീളെ പ്രചരിച്ചു. സത്യം പറഞ്ഞവൻ ഒന്നും അല്ലാതെയായി. അങ്ങനെ നിൽക്കുമ്പോൾ ദൈവം തീരുമാനിച്ചു ഈ കഥ പൊളിക്കണം. അതിന് ഉന്നം വെച്ചിരിക്കുമ്പോഴാണ് തർസോസിൽ നിന്ന് അപ്പൻ നല്ല ചെറുപ്പത്തിലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തർസോസിലെ യൂണിവേഴ്സിറ്റിയിൽ ഒന്നും വിടാതെ, സ്തോത്രം, നല്ല എരിവുള്ള തിറമുള്ള, ആരുടെ കൂടെ നിന്നാലും കൂറുള്ള ഒരുത്തനെ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ പോയി ന്യായപ്രമാണം പഠിപ്പിക്കാൻ വിട്ടു. നിശ്ചയമായും ഗമാലിയേൽ എന്ന യഹൂദ മതത്തോട് കൂറുള്ള ആ ശക്തനായിരിക്കുന്ന റബി ശൗൽ എന്ന പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാനത്തെ ക്ലാസ്സിലാണെങ്കിലും ഗ്രാജുവേഷന് മുമ്പ് ഈ നാട്ടിലൂടെ ഈ മാർഗത്തിന്, ഏത് യഹൂദ മതത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയും ഈ മതത്തിലുള്ള ആളുകളെ വശീകരിച്ച് പിടിക്കുകയും യേശു എന്നൊരുവൻ സ്വർഗത്തിൽ നിന്ന് വന്നു, ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലൂടെ നടന്ന് മോശയ്ക്കും മോശയുടെ പ്രമാണത്തിനും ദൈവാലയത്തിനും വിരുദ്ധമായി പ്രചരിപ്പിച്ച് ഇതിനകത്ത് നിന്ന പലരെയും സംഘം ചേർന്ന് രഹസ്യത്തിൽ ഒരു പ്രത്യേക സംഘടന, ഒരു പ്രത്യേക കൂട്ടം രൂപപ്പെട്ടിട്ടുണ്ട്. അവനെ ദൈവം ക്രൂശിച്ചു, ശിക്ഷിച്ചു. അവൻ്റെ ശിക്ഷകണങ്ങൾ ഇവിടെയുണ്ട്. അവരെ മുച്ചൂട് മുടിച്ചു കളയണം, ഭൂമിയിൽ വാഴിക്കരുത് എന്ന് ന്യായപ്രമാണം പഠിക്കാൻ വന്ന സകല വിദ്യാർത്ഥികളോടും പറഞ്ഞതിൽ അത് അതുപോലെ ഏറ്റെടുത്തവൻ, ആശാന്റെ മുഴുവൻ വാക്ക് ഏറ്റെടുത്തവൻ ഈ ശൗലാണ്. അവൻ അന്ന് തീരുമാനിച്ചു, പള്ളിയിൽ പോയില്ലെങ്കിലും ഇത് പഠിച്ചത് കൊണ്ട് 10 പേരെ മുടിക്കണം. സ്തോത്രം. ന്യായപ്രമാണം പഠിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദേവാലയ ശുശ്രൂഷയൊന്നും പറ്റിയില്ലെങ്കിലും സിനഗോഗിൽ വേദഭാഗം വായിക്കാൻ ഉപദേശിക്കാനൊക്കെയാണ് പുള്ളി ആ പരിപാടിക്ക് സ്തോത്രം പോകാനൊത്തില്ല. അത് ഞങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. സ്തോത്രം. അങ്ങനെയല്ലേ? നമ്മുടെ കൂടെ ചേർന്നതിന് ശേഷമാണ് സിനഗോഗിൽ പൗലോസ് പ്രസംഗിച്ചതായിട്ട് രേഖയുള്ളൂ. അതിന് മുമ്പ് പഠിച്ചിട്ടിറങ്ങിയിട്ട് ആദ്യം തുടങ്ങിയത് ഈ ഗുണ്ടായിസമായിരുന്നു. അങ്ങനെ അവിടം മുതൽ യെരൂശലേമിലെ സഭകളെല്ലാം വെളുപ്പിച്ചു, സഭയുടെ സമാധാനം കെടുത്തി. അതാണ് നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചത്. സ്തോത്രം. ഇങ്ങനെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴാണ് വന്ന് കയറുന്നതെന്നറിയില്ല. പണ്ട് റിപ്പർ എന്നും പറഞ്ഞൊരാളുണ്ടായിരുന്നല്ലോ. സ്തോത്രം. ചുറ്റിയ കൊണ്ട് തലക്കടിച്ച്, സ്തോത്രം, എപ്പോഴാണ് വന്ന് കയറുന്നതെന്നറിയില്ല എന്നതുപോലെ ഇവൻ എപ്പോഴാ സഭയ്ക്കകത്ത് ഏത് സഭയാണ് ഉന്നം വെക്കുന്നതെന്നറിയില്ല. യെരൂശലേം സഭകളെല്ലാം ഒതുങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ദമസ്കോസ് എന്ന പട്ടണത്തിൽ ഒരു ചെറിയ കൂട്ടമുണ്ട്, ഒത്തിരി പേരൊന്നും കാണില്ല. അങ്ങനെ ഒരു അറിവ് കിട്ടി. ആ സഭയെ മുടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളുമായി ശൗൽ എന്ന പൗലോസ് യെരൂശലേമിൽ നിന്ന് അധികാരപത്രവുമായിട്ട് ദമസ്കോസിലേക്ക് വരികയാണ്. അപ്പോഴാ ദൈവം ഉന്നം വെച്ചിരിക്കുന്നു ഈ കഥ പൊളിക്കാൻ. സ്തോത്രം. വെറുതെ വഴി കിടക്കുന്ന ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വയറുവേദന മാറാനും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞാൻ ഈ ദൂതൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എഴുന്നേറ്റ് പോകരുത്. സ്തോത്രം. കാലുവേദന പോകാനും വേണ്ടി വന്നിരിക്കുന്നവനെ കിട്ടിയ കഥ പൊളിക്കാൻ പറ്റിയ ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഉന്നം വെച്ചിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ആളുകളുമായിട്ട് സഭയെ പൊളിക്കാൻ അവൻ വരുന്നത്. ആ സമയത്ത് ദമസ്കോസ് പട്ടണത്തിൻ്റെ വലിയ മുനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ആ വലിയ പട്ടണത്തിൻ്റെ കവാടത്തിലേക്ക് അടുക്കുമ്പോൾ, നട്ടുച്ച സൂര്യൻ കത്തി നിൽക്കുമ്പോൾ, ഈ സഭയ്ക്കകത്തേക്ക് പോയിട്ട് ഈ പട്ടണത്തിനകത്തേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് ദമസ്കോസ് പട്ടണത്തിൻ്റെ പടിവാതിക്കൽ വെച്ച് നസറയനായ യേശു നേരിട്ട് വന്ന് വലയെറിഞ്ഞ് പിടിച്ചതുപോലെ ശൗലിനെ പിടിച്ചു. ആ പിടുത്തത്തിൽ വാഹനമൃഗത്തിൽ നിന്ന് താഴെ വീണു. സ്തോത്രം. താഴെ വീണ് കിടക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ഒരു അശരീരി പോലെ ഒരു ശബ്ദം കേട്ടു. അശരീരി ഇതാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സ്തോത്രം. ഈ ശബ്ദം കേട്ടപ്പോൾ ശൗല് തിരിച്ച് പ്രതികരിക്കുക താഴെ കിടന്നുകൊണ്ട്.
നീ ആരാകുന്നു കർത്താവേ. ഞാൻ ആ വാക്കോർത്ത് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാം, ഒരു യഹൂദനായതുകൊണ്ടാ നീ ആരാകുന്ന കർത്താവേ എന്ന് ചോദിച്ചത്. മലയാളി ആയിരുന്നെങ്കിൽ നീ ആരാടാ പിശാചെന്ന് ചോദിക്കുന്നത്. കാരണം നമുക്ക് തട്ടുന്ന മുട്ടുന്ന എല്ലാം പിശാചാണ്. വണ്ടി പഞ്ചറായ പിശാച്. ഇങ്ങോട്ട് പോലെ യോഗത്തിന് പോരാൻ നേരത്ത് സ്തോത്രം ഉച്ചയ്ക്ക് സാരി തേച്ച് വെക്കേണ്ടതാണ്, അത് വൈകുന്നേരം 5:45 തേക്കാനെടുത്തപ്പോൾ കറണ്ട് പോയി, അതും പിശാച്. എല്ലാം പിശാച്. അവരെ സംബന്ധിച്ച്, പൗലോസിനെ സംബന്ധിച്ച് സുവിശേഷ വേലയ്ക്ക് പോവല്ലേ. സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ വാഹനമൃത്യം തള്ളി താഴെ ഇടുന്ന പിശാചല്ലാതെ പിന്നെ ആരാ? ഞാൻ എന്നെ കേൾക്കുന്ന പത്തനംതിട്ടക്കാരോട് ഒരു നല്ല കാര്യം പറയാം, കേൾക്കാൻ. ഞാൻ സ്തോത്രം എൻ്റെ എല്ലാ പ്രസംഗത്തിലും പറയുന്ന ഒന്നോടെ പറയാം, ഈ തൊടുന്നതിനും പിടിച്ചതിനെല്ലാം പിശാചാന്ന് പറയാതിരുന്നാൽ തന്നെ ഒരുമാതിരിപ്പെട്ട കെട്ടുകൾ പൊട്ടിപ്പോക്കോളും. ഇത് ഒരു രൂപ മുടക്കാതെ നമ്മുടെ സഭയെ കൂടെ സാത്താൻ വലിയ പബ്ലിസിറ്റി നേടുക. നമ്മളാണ് മൊത്തം പബ്ലിസിറ്റി കൊടുക്കുന്നത്. സ്തോത്രം. യഹൂദൻ ഒരിക്കൽ പോലും, അവൻ വിശ്വസിക്കുന്നത് അവന്റെ ദൈവത്തിന്റെ കൺമണി പോലെയാണ് അവനെ കാക്കുന്നത്. ദൈവം വേലി പൊളിക്കാതെ എന്നെ തൊടില്ലെന്ന് വിശ്വസിക്കുന്നവനാ യഹൂദൻ. നമ്മളിതൊക്കെ പറയുകയും ചെയ്യും, പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുകയും ചെയ്യും, ഇന്നലെ രാത്രി വന്നവൻ എന്നെ മാന്തി, എൻ്റെ കൂടെ കിടന്നു, ഇതൊക്കെ പറഞ്ഞ് ഞായറാഴ്ച നാണോല്ല അത് സാക്ഷ്യം പറയും. സ്തോത്രം. പിണങ്ങിയാലും വേണ്ടില്ല, എത്രയും നേരം ഇയാൾ നല്ല കാര്യം പറഞ്ഞു. ഇപ്പോൾ എന്നാലും നിങ്ങൾ അറിയണം, യഹൂദനായതിൻ്റെ പേര് തിരിച്ചു. കാരണം അവന് മനസ്സിലായി, എന്നെ തൊടണമെങ്കിൽ അധികാരമുള്ളവനെ തൊടുകയുള്ളൂ. അതുകൊണ്ട് അവൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? ദൈവമാണ്, ഉന്നതത്തിൽ നിന്നാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് കർത്താവേ എന്ന് വിളിച്ചത്. യഹൂദൻ ചാടിക്കയറി എല്ലാവരെയും കർത്താവേ എന്ന് വിളിക്കുകയില്ല. ഉടനെ തിരിച്ചു മറുപടി വന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവദാസന്മാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിനെ യേശു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഇവിടെ മാത്രം. ബാക്കി എല്ലായിടത്തും യേശു പറഞ്ഞു, ഞാൻ വാതിലാണ്, ഞാൻ ജീവനാണ്, ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ ഇടയനാണ്. സ്തോത്രം. ഇതൊക്കെ പറഞ്ഞ യേശു എന്ന ഐഡന്റിറ്റി കാർഡ് കാണിച്ചത് ഇവന്റെ അടുക്ക മാത്രവും. എന്ന കാര്യം അറിയാമോ? സ്തോത്രം. നിന്റെ സഭക്കാരും നിന്റെ മതം കൂടി നിന്നെ പറഞ്ഞു പറ്റിച്ചു. യേശു എന്നവൻ മരണം കൊണ്ട് തീർന്നു എന്നും അവന്റെ ശരീരം ശിഷ്യന്മാരെടുത്തോണ്ട് പോയിട്ട് പ്രചരിപ്പിക്കുകയാണെന്നും. സ്തോത്രം. അതുകൊണ്ട് നീ കണ്ടോ, ഇതാ യേശു, ഞാൻ മരണത്തെ ജയിച്ചവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ രംഗം അവിടെ വെളിപ്പെട്ടപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിൽ കാണാമോ? സ്തോത്രം. നിങ്ങൾക്കൊന്ന് മനസ്സിൽ കാണാമോ പൗലോസിന്റെ മനസ്ഥിതി എന്തായിരിക്കും? ഞാൻ ഈ വ്യക്തികളെ കൂടുതലും ബൈബിളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റും. വീണടത്ത് കിടന്ന് ഉരുളുന്നവനല്ല പൗലോസ്. സത്യം വെളിപ്പെട്ട പിന്നെ ഏത് അമ്മാച്ചനെ കണ്ടാലും സത്യം സത്യമാണെന്ന് പറയുന്നവനാ പൗലോസ്. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകട്ടെ. സ്തോത്രം. അവന് മനസ്സിലായി, ഞാൻ ഈ വേദോത്സവമൊക്കെ വായിക്കുമ്പോൾ ഞാനൊരു നാടകരംഗം പോലെ ആ രംഗം കാണും. അതുകൊണ്ട് ഞാൻ വേദോത്സവത്തിന്റെ പകുതി പോലും എത്തിയിട്ടില്ല. സ്തോത്രം. കാരണം ഇതെല്ലാം കണ്ട് കേട്ട് അതൊക്കെ എഴുതി വെച്ച് വരുമ്പോഴേക്കും മിക്കവാറും ഒരായുസ് കൊണ്ടെങ്കിലും വായിച്ച് തീർക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. കാരണം ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ആ രംഗം കണ്ടു. എങ്ങനെയെന്നറിയാമോ? നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് പറഞ്ഞ മാത്രയിൽ ഈ പൗലോസിന്റെ അകത്തേക്ക് ആദ്യം കയറിയത്, എൻ്റെ റബിമാർ എന്നെ പറ്റിക്കുകയായിരുന്നല്ലോ, എൻ്റെ മതം എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലോ. ഞാൻ സഭയോടൊരു ദൂത് പറയാം. ഈ ദൂത് ഇവിടെ പറയാം. ഞാൻ ഈ 9-ാം അധ്യായത്തിൽ നിന്ന് തിരിച്ചും മറിച്ചും മോളിൽ നിന്ന് താഴേന്ന് മോളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഈ പറഞ്ഞതൊക്കെ ദൈവം തമ്പുരാന് മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയാം. സ്തോത്രം. ഞാൻ 3-4 വാക്കെടുത്ത് വെച്ച് പേടിച്ചാണ് വന്നത്. കാരണം സ്തോത്രം, ഈ 4 വാക്കിനകത്താണ് ദൂതെന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ ഒന്നും ദൈവം എത്തിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി ആരെയൊക്കെയോ ദൈവം തട്ടിയിട്ടുണ്ട് വചനം കൊണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് രാത്രി ഉറപ്പുണ്ട്, സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. പ്രത്യേകിച്ച് ഈ ലോക്കൽ സഭയോട് ഞാൻ ദൈവാത്മാവിൽ പറയാം, നിങ്ങൾ ഈ ക്രൂസേഡ് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഇവിടത്തെ ചില യൗവനക്കാരെ ദൈവം തട്ടിയിട്ടുണ്ട്. അവരോട് ആരും പറയാതെ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി കൊടുക്കും. അവരെ പലരും കളിപ്പിക്കുകയായിരുന്നു.
അവരെ പലരും പറ്റിക്കുകയായിരുന്നു. അതല്ലായിരുന്നു സത്യം, അത് വെറും കഥയായിരുന്നു. സത്യം ഇതായിരുന്നു എന്ന് വൈകിയാണെങ്കിലും ചിലർക്ക് വെളിപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണ് ഈ വർഷത്തിന്റെ അടുത്ത ദിവസങ്ങൾ. സഭ അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ യോഗം കഴിയുമ്പോൾ കോട്ടിനൊരുങ്ങിക്കോ. സ്വർഗം പറയുന്നു, ചിലരെ ദൈവമായ കർത്താവ് ആ വിധത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഏതൊക്കെ തരത്തിലെ കഥകളാണ് ഈ ലോകം പ്രചരിപ്പിക്കുന്നതെന്നറിയുമോ? അതെല്ലാം പൊളിക്കാൻ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസിനെ ദൈവമായ കർത്താവ് നേരിട്ട് വന്ന് മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഞാനൊരു അവസാന ഭാഗത്തേക്ക് വരണമല്ലോ, ഞാൻ ആ ഭാഗം അവിടെ നിർത്തട്ടെ. മറ്റേ വാക്യം വായിച്ചതിനോടൊത്തൊരു 2-3 മിനിറ്റ് കൊണ്ടൊരു കൂറ് പുലർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് സ്തോത്രം, ഞാൻ ആ ഭാഗത്തേക്കൂടി ഒന്ന് കയറി 3 അത്ഭുതങ്ങളും പറയാൻ എനിക്ക് പറ്റിയല്ല, അത് ഞാൻ ആഗ്രഹിച്ചുമില്ല. ഈ ഭാഗത്തെ ചില കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ നോക്കാം. സ്തോത്രം, ഒരു പ്രാർത്ഥനയോടുകൂടെ കേട്ടോ, ഒരുങ്ങിയിരിക്കണം, കേൾക്കണേ. സ്തോത്രം. അപ്പം പൗലോസ് മാനസാന്തരത്തിലേക്ക് വന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അവനെ കർത്താവ് നേരിട്ട് സന്ധിച്ചു. ആ കഥ അങ്ങ് പൊളിഞ്ഞു. അതോടുകൂടി ഇവൻ പറയാൻ തുടങ്ങി, യഹൂദൻ പറഞ്ഞത് കഥയാണ്, ഞാൻ യേശുവിനെ കണ്ടു. സ്തോത്രം. ഇന്ന് രാത്രി ഒരുത്തനെ കിട്ടിയാൽ മതി, ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന കഥകൾ അവൻ പൊളിച്ചോളും. സ്വർഗം അതിന് ത്രാണിയുള്ളവരെ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ തയ്യാറാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ക്രൂസേഡ് ഇവിടെ ക്രമീകരിച്ചത്, ഈ ദൂതന്റെ കയ്യിൽ തന്നുവിട്ടത്. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ അധ്യായത്തിലെ 2-ാമത്തെ അത്ഭുതം, സ്തോത്രം, അത് ആരംഭിക്കുന്നത് 32-ാമത്തെ വാക്യത്തിലാണല്ലോ. അവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പത്രോസ് എല്ലായിടത്തും സഞ്ചരിക്കുക, ലുദ്ധിയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന അയനയാസ് എന്ന പേരുള്ള മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, അയനയാസേ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. അതോടൊന്ന് പറഞ്ഞിട്ട് ദൈവമക്കൾക്ക് പ്രയോജനപ്പെടുന്ന ചിലരെ ഒന്ന് കൈപിടിച്ച് ദൈവകൃപയിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. നോക്കണേ, നിങ്ങൾ ആ ഭാഗം കണ്ടോ? 8 കൊല്ലമായി വിശുദ്ധന്മാരുടെ നടുവിൽ 1-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ സൗഖ്യമാകാതെ കിടക്കുകയാണ്. സ്തോത്രം. ഒന്നോടെ ശ്രദ്ധിച്ചു. 1-ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഇടയിലൊക്കെ നടക്കുന്ന രോഗസൗഖ്യം ഒരു എക്സ്ക്ലൂസീവ് വാർത്തയല്ല. ഇപ്പൊ ഒരു അരിമ്പാറ മാറിയാലും 3 ആഴ്ച TV കിടന്നുകൂടി. സ്തോത്രം. കാരണം ഇന്ന് അതൊക്കെ വലിയ സംഭവമാണ്. പക്ഷെ അന്നത്തെ യോഗത്തിനിടയിലൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നത് യോഗത്തിന്റെ ഭാഗമാണ്. സ്തോത്രം. അതൊരു ആരാധന, ദൈവം ഉള്ളിടത്ത് ദൈവപ്രവൃത്തി നടക്കും. അടുത്ത ദിവസങ്ങൾ നിങ്ങളുടെ സഭായോഗത്തിൽ വരും, പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. ഞങ്ങളുടെ യോഗത്തിൽ ദൈവമുണ്ട്, ഇവിടെ ദൈവപ്രവൃത്തി നടക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നാൽ സഭായോഗങ്ങളുടെ അന്തസ്സ് മാറിക്കിട്ടും. അപ്പൊ അങ്ങനെയുള്ള 1-ാം നൂറ്റാണ്ട് ദൈവദാസന്മാരുടെ നിഴല് തട്ടിയ സൗഖ്യമാകുക, അവരുപയോഗിക്കുന്ന കർച്ചീഫ് കൊണ്ടിട്ട സൗഖ്യമാകുക. അങ്ങനെ സൗഖ്യമാകുന്ന കാലത്ത് വിശുദ്ധന്മാരുടെ നടുവിൽ, അഥവാ ദൈവത്തെ ആരാധിക്കുന്നവരുടെ നടുവിൽ 8 കൊല്ലമായിട്ട് ഒരു മനുഷ്യൻ സൗഖ്യമാകാതെ കിടക്കുന്നത് ഒരു അത്ഭുതമല്ലേ? ഈ സഭ പ്രാർത്ഥിക്കാതിരുന്നെന്നാണ് വിചാരം? ഇവരിത് സൗഖ്യമാകാൻ വേണ്ടി ഉപവസിക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ? ഇതൊക്കെ ചെയ്തിട്ടും 8 കൊല്ലമായിട്ട് ഒരനക്കവും ഇല്ല. എന്നാൽ 8-ാമത്തെ വർഷം പത്രോസ് ആ വഴി വന്ന് യോഗം വെച്ചില്ല, പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തില്ല, എണ്ണ പൂശിയില്ല. അവിടെ കയറി ആ മനുഷ്യന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അയനയാസേ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ 8 കൊല്ലത്തെ കെട്ടുപൊട്ടിച്ചോണ്ട് ഈ മനുഷ്യനും എഴുന്നേറ്റ് വന്നു. എന്നെ ഇവിടെയും കുറെ നാൾ നിർത്തി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, പത്രോസ് വരാൻ വേണ്ടിയിട്ടാണോ ഈ മനുഷ്യനെ 8 കൊല്ലം കഷ്ടപ്പെടുത്തിയത്? അതെയോ സ്തോത്രം, കുറെ കാലം ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? ഈ ചോദ്യവുമായിട്ട് കുറെ നാൾ കിടക്കുമ്പോഴാണ് 31-ാം വാക്യം പരിശുദ്ധാത്മാവ് എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. 31-ാം വാക്യം പറഞ്ഞ് നിർത്താം. അവിടെ എഴുതിയിരിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1, പൗലോസിന്റെ മാനസാന്തരത്തോടുകൂടെ സഭയ്ക്ക് സമാധാനം ഉണ്ടായി. സ്തോത്രം. ചരിത്രകാരന്മാർ പറയുന്നു, ഏകദേശം ഒരു 8 വർഷത്തോളമായി പൗലോസ് ഭയങ്കരമായ
സ്വത്രം പ്രകോപനവും പ്രശ്നവുമായിട്ട് യെരൂശലേമിലൂടെ സഭകളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. ആ കാലഘട്ടം മുഴുവൻ സഭ ഒതുങ്ങിപ്പോയി. ആ സമയത്ത് രോഗിയായി കടന്നു, പാപിയായിരുന്നു. എന്നാൽ 31-ാം വാക്യത്തിൽ എഴുതി സഭയുടെ സമാധാനം മടങ്ങി വന്നു. ഞാനിങ്ങനെ പറയാം, സമാധാനമുള്ള സഭയിലെ അത്ഭുതം നടക്കുള്ളൂ. ഈ രാത്രി തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം യോഗം ആശീർവാദം പറയാൻ. നിന്റെ വീട്ടിൽ നിന്ന് സമാധാനം എടുത്തു കളഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയും നിന്റെ വീട്ടിൽ യോഗം വെച്ചാലും ദൈവപ്രവൃത്തി നടക്കുകയല്ല. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ കോംപ്രമൈസ് ആകേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ കൊണ്ടുവന്നിട്ട് കൈകോർത്ത് പിടിച്ചിട്ട് പറയണം, സ്തോത്രം, എന്നോട് ക്ഷമിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മേലിൽ ഇത് ആവർത്തിക്കത്തില്ല, എന്നെ ഉള്ളിൽ കയ്പ്, നിങ്ങളുടെ ഉള്ളിൽ എന്നെ കുറിച്ച് കയ്പ് വെച്ചോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ പ്രശ്നം തീർത്തിട്ട് ആരെയും വിളിക്കണ്ട. നിങ്ങൾ കുടുംബമായിട്ടൊരു ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചു നോക്ക്. അന്ന് 8 കൊല്ലം അല്ല 80 കൊല്ലം പഴക്കമുള്ളതാണെങ്കിലും സമാധാനം വന്നാൽ ദൈവപ്രവൃത്തി നടക്കും. ഇതറിയാവുന്ന സാത്താൻ ഹൃദയങ്ങളിൽ നിന്ന് സമാധാനം എടുത്തു കളഞ്ഞ്, കുടുംബങ്ങളിൽ നിന്ന് സമാധാനം എടുത്തു കളഞ്ഞ്, സഭകളിൽ നിന്ന് എടുത്തു കളഞ്ഞ് ഇരുട്ടിന്റെ ശക്തി കയറി പിടിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്റെ ജീവിതത്തിലേക്ക് സമാധാനം മടക്കി തരാൻ ഈ രാത്രിയിലെ യോഗത്തിൽ യേശു വന്നിട്ടുണ്ട്. നീ കർത്താവിനെ ഇനി വായടച്ചിരിക്കരുത്, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവേ, എന്റെ ഉള്ളിലേക്ക് സമാധാനം ഇന്ന് രാത്രികാലം നൽകണമേ. എന്തൊക്കെ ചെയ്താലും തെറ്റിദ്ധരിച്ച് പ്രശ്നമുണ്ടാ ആ നിലവാരത്തിൽ പോകുന്ന പ്രതിസന്ധിക്ക് ഇന്ന് രാത്രി മാറ്റം വരണം. സമാധാനം വന്നാൽ ദൈവപ്രവൃത്തി നടക്കും. മാത്രമോ അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സഭയ്ക്ക് സമാധാനമുണ്ടായി, അത് ആത്മീക വർധന പ്രാപിച്ചു. ആത്മീക വർധനവ്. ഞാൻ നിങ്ങളോട് പറയാം, സഭയ്ക്കകത്ത് വിഷയങ്ങൾ തീരുന്നത് പണമുള്ളത് കൊണ്ടോ ജ്ഞാനമുള്ളത് കൊണ്ടോ വാക്ചാതുര്യം കൊണ്ടല്ല. ആത്മീകം എന്ന് പറയുന്ന ഒരു ഭയങ്കര പവറാണ്. ആത്മീകത്തിന്റെ ശക്തി കേറിയാൽ ഏത് ദുഷ്ടശക്തി ഒതുങ്ങും. സ്തോത്രം. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഏതെങ്കിലും വിടുതലുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഓർത്തോളം ആത്മീകം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. സ്തോത്രം. പിണക്കം തോന്നിയാലും ഞാൻ പറയാം, സ്തോത്രം, ഒരുപാട് കൂട്ടായ്മകളും പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. പക്ഷെ ദൈവപ്രവൃത്തി നടക്കുന്നത് എവിടാന്ന് ശ്രദ്ധിക്കണം. അതിന് ആത്മീകം ഉണ്ടായേ പറ്റൂ. 8.5 ഏക്കർ സ്ഥലവും അതിന് പറ്റിയ കെട്ടിടവും അതിനോടനുബന്ധപ്പെട്ട ക്രമീകരണങ്ങളും, സ്തോത്രം, 300 കാർ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ടായതുകൊണ്ട് രോഗി സൗഖ്യമാകില്ല. സ്തോത്രം. ഇതുപോലെ പാട്ടയ്ക്ക് കീഴെ ഇരുന്ന് ആരാധിക്കുന്ന ജനമാണെങ്കിലും അതിനകത്ത് ആത്മീകം വന്നാൽ, മെഡിക്കൽ കോളേജ് പറഞ്ഞു വിട്ട കേസാണെങ്കിലും ഞാൻ പറയണ്ടല്ലോ, തെളിയുന്ന കാര്യമാണ്. കള്ളനാണയങ്ങളും കള്ളത്തരങ്ങളൊക്കെ ഉണ്ടത് സത്യം. പക്ഷെ ആത്മീകം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സഭ ഇവിടെ ഉള്ള കാലത്തോടത്തോളം ആത്മീകം ഉണ്ടാവും. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നല്ലതിനെ മുറുകെ പിടിക്കാൻ മനുഷ്യന് ദൈവം വിവേകം കൊടുത്തിട്ടുണ്ട്. അത് കണ്ടെത്തിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കക്ഷത്തി കൊണ്ട് തലവെച്ച് കൊടുത്തിട്ട് നാളെ കയറി എന്ന് പറയരുത് എല്ലാവരും കള്ളന്മാരാന്ന്. സ്തോത്രം. അതോടെ കേട്ടോ പറഞ്ഞു കൊടുത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് ഇത് സ്തോത്രം തീരുമാനിക്കുവാണെങ്കിൽ വളരെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, സത്യവചനമുള്ള വിശുദ്ധിയുള്ള ഉപദേശമുള്ള ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുന്നൊരു കൂട്ടായ്മയ്ക്കകത്തെ കൊണ്ട് കയറ്റാവൂ. അതല്ലാതെ വാഴെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ് കേട്ടോടത്തെല്ലാം ചെന്ന് സ്തോത്രം പ്രവചനം കേട്ട് ദൂത് കേട്ട് അതും കേട്ട് കൊണ്ടുപോയി നേരെ കൊണ്ടെന്ന് കക്ഷത്തിൽ കൊണ്ട് തലവെച്ച് കൊടുത്തിട്ട് കാശ് കളഞ്ഞിട്ട് പിന്നെ യൂട്യൂബിൽ കയറിയിരുന്ന് പറയരുത് എന്റെയും പോയി എന്ന്. മനസ്സിലായല്ലോ? സ്തോത്രം. ഇതിനകത്ത് 10,000-കണക്കിന് ആൾക്കാരുണ്ട്. വെല്ലിപ്പന്റെ കാലം മുതൽ ഈ മാർഗത്തിൽ നിൽക്കുന്നു. തട്ടിപ്പാണെങ്കിൽ പിള്ളേരെ വിളിച്ചോണ്ട് അവരെന്നേ പോകേണ്ടതാ. സ്തോത്രം. തട്ടിപ്പൊക്കെ ഇതിനകത്തുണ്ട്. നിനക്ക് വിവരമില്ലാതെ പോയതിന് ആരോറ്റ. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം, ദൈവത്തിന്റെ കൂടെ നിൽക്കണം. അതിന് ഞങ്ങൾ പറയുന്ന പേരാ ആത്മീകം. ആത്മീകമില്ലാതെ വേറെ എന്തെല്ലാം വേഷം കെട്ടാണെങ്കിലും അതിന് നിലനിൽപ്പില്ല. ആത്മീകമുള്ളിടത്ത് നിന്നാൽ വല്യപ്പന്റെ കാലം മുതൽ ഒഴുകിയിറങ്ങുന്ന ശാപങ്ങളെ പോലും മുറിച്ചിട്ട് അവനെ നന്മയുടെ ഓഹരിയാക്കി മാറ്റാൻ കഴിവുള്ളതാണ് ദൈവം തരുന്ന ആത്മീകം. എന്താണ് ആത്മീകം എന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം തീരുന്നുകൊണ്ട് നിർത്തുക. സ്തോത്രം. ആത്മീകമുണ്ടോ?
ഏത് പഴകിയ രോഗവും സൗഖ്യമാകും. മൂന്നാമത്തത് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? സ്തോത്രം. അടുത്ത വാചകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ആത്മീക വർധന പ്രാപിച്ച് കർത്താവിനോടുള്ള മൂന്നാമത്തെ കാര്യം, സഭയ്ക്ക് ഭക്തി വർദ്ധിച്ചു. ഹല്ലേലൂയ. ഭക്തി കൂടി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവവിശ്വാസികളാണ്. സ്തോത്രം. ഒരു ഉപദേശി വീട്ടിൽ വന്നാൽ വെറുതെ വിടുകയല്ല, പ്രാർത്ഥിച്ചതേ വിടത്തുള്ളൂ, എന്തെങ്കിലും കൊടുത്തേ വിടത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പച്ചന്റെ കാലം മുതൽ ഒരുപാട് ദൈവദാസന്മാർ സ്തോത്രം വീട്ടിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്നു. ഇന്ന് എൻ്റെ വീട്ടിൽ ഒരാൾ വന്ന് പറഞ്ഞു, വെല്ലുമിച്ചയുടെ കാലം മുതൽ ഒത്തിരി ദൈവദാസന്മാർ വരുന്ന വീടാണ്. സത്യം. പക്ഷേ നിന്റെ പ്രശ്നം തീരണമെങ്കിൽ നിന്റെ അകത്ത് ഭക്തി വരണം. ഭക്തി വന്നാൽ നിന്നെ തളർന്ന് കടത്തെടുത്ത് നിന്ന് ഭക്തി നിന്നെ പൊക്കിയെടുക്കും. മൂന്നാമത്തത്. നാലാമത്തത്, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ നടന്നു എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ വാക്ക് ശരിക്കും ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നു. ഇന്ന് രാത്രി ഞാൻ കൺകൂടെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കാം, ബാക്കിയെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ചെപ്പിലേക്ക് ഇട്ട് തന്നിട്ട് ആ ഒരു വാക്കിനെ മാത്രം മുറുകെ പിടിക്കാം. ഈ രാത്രി എത്ര പേർ മനസ്സുകൊണ്ട് തീരുമാനിക്കും? ഈ കേട്ട ദൂതിന്റെ വെളിച്ചത്തിൽ സ്വർഗം എന്തൊക്കെയോ ഭയങ്കര സെറ്റിംഗ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളോട് യോഗത്തിന് വരാൻ പറഞ്ഞത്. സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രി വന്നിരുന്നു, സ്തോത്രം പറഞ്ഞ് നിങ്ങൾ ഈ ദൂത് കേട്ടു. ലാസ്റ്റ് ചോദ്യം ദൈവത്തിന്റെ, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? നാട്ടുകാരെന്തും പറയും, വീട്ടുകാരെന്തും പറയും, സ്തോത്രം, മീഡിയക്കാരെന്തും പറയും. പക്ഷെ ഞാൻ ഇന്ന് രാത്രി തീരുമാനിക്കുന്നു, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കാം. അങ്ങനെ ഒരു തീരുമാനം ഇന്ന് രാത്രി നീ ഏത് പ്രായക്കാരനോ പ്രായക്കാരിയാണെങ്കിലും ഇന്ന് രാത്രി ഉണ്ടായാൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ചതിക്കപ്പെടുമോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ കുഴിയിൽ വീഴുമോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവന്റെ കൊച്ചിനെ കൊണ്ടുപോയി ഏതെങ്കിലും കണ്ടാമൃഗത്തിന്റെ കൂടെ കെട്ടിക്കേണ്ട വരുമോ? ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തീരുമാനിച്ചാൽ നിന്റെ ജീവിതത്തിലെ പ്രശ്നം തീരുകയാണ്. അതുകൊണ്ട് ഈ രാത്രി വേറൊന്നും പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നില്ല. ആത്മാവ് നമ്മളോട് ചോദിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കൂടെ വിടാം, ആത്മാവിനെ അനുസരിച്ച് നടക്കാം എന്നൊരു വാക്ക് ദൈവത്തോട് പറയാൻ എത്ര പേരിന്ന് രാത്രി തയ്യാറാകും? അവർ മാത്രം കൈയൊന്ന് ഉയർത്തിയ ദൈവസന്നിധി. സ്തോത്രം. ആ കരമുയർത്തിയവർ മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? കരമുയർത്തിയവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കരമുയർത്തിയവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ ആരും ധൃതി പിടിച്ച് പോകരുത്. ബാഗൊക്കെ തപ്പി എടുത്തോണ്ട് ഇപ്പൊ പോകാൻ നിൽക്കരുത്. നിങ്ങളുടെ ബാഗെല്ലാം എടുത്ത് പതുക്കെ സ്തോത്രം പോയാൽ മതി. പക്ഷെ ഇപ്പോ വേറൊന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കി അച്ചാനെ ഒന്നും കണ്ണു കാണിക്കരുത്. പോകേണ്ട സമയമായില്ല. സ്തോത്രം. ദൈവത്തെ ഓർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ പാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് ആത്മാവിൽ ഒരു ജയാളിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്താണെങ്കിലും എൻ്റെ സന്ദേശത്തിന്റെ ആദിയോടന്തം ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, സ്തോത്രം, ചില ആയുധം ദൈവം പിടിച്ചു പറക്കാൻ പോവുകയാണ്. രണ്ട്, നിന്റെ കുടുംബത്തിൽ സംഭവിക്കണമെന്ന് ശത്രു വിധിച്ചിരിക്കുന്ന വിധികളെ ദൈവം തിരുത്താൻ പോവുകയാണ്. മൂന്ന്, ചില കള്ളക്കഥകൾ ദൈവം സ്തോത്രം ഇന്ന് രാത്രിക്കാലം പൊളിക്കാൻ പോവുകയാണ്. നാല്, സ്തോത്രം, അതിന് പറ്റിയ ചിലരെ കർത്താവ് സഭയ്ക്ക് ദാനമായി തരാൻ പോവുകയാണ്. പിശാച് വഞ്ചിച്ചും മതങ്ങൾ പറ്റിച്ചും ഇരുന്ന ചിലരെ കർത്താവ് ഇന്ന് രാത്രി സഭയ്ക്ക് സമ്മാനിക്കാൻ പോകുകയാണ്. യേശുക്രിസ്തു നേരിട്ട് ചിലരോട് ഇടപെടാൻ പോകുകയാണ്. ഇന്നത്തെ ദൂതിന്റെ ഉള്ളടക്കം അതായിരുന്നു. ഇതെല്ലാം ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇത്രയും ശക്തമായൊരു ദൈവത്തിന്റെ ദൂത് കേട്ടിട്ട് ഇന്ന് രാത്രികാലം സ്തോത്രം നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നോർത്തോണ്ട് പോകരുത്. ഈ രാത്രി കർത്താവിനോട് ചോദിക്കുക, കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ബാക്കി ക്രമീകരണമൊക്കെ ഇവിടെ ചെയ്തോണം. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് എല്ലാവരും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൊച്ചു മക്കൾ പോകുന്നു, മക്കളെ, കുഞ്ഞുങ്ങൾ വരെ ദൈവത്തോട് ചോദിക്കുക, അപ്പാ ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത്ര വലിയൊരു കാര്യം എൻ്റെ വീട്ടിൽ നടക്കാൻ പോവുക, എൻ്റെ നിന്ന തീരാൻ പോവുക, എന്നെ കുറിച്ച് പറഞ്ഞ് പറ്റിച്ച സകല കള്ളക്കഥകളും ദൈവം തെളിയിക്കാൻ പോവുക. എനിക്ക് കോടതിയില്ല, എനിക്ക് വക്കീലില്ല, പക്ഷെ ദൈവം വിശ്വസ്തന്, സ്വർഗം അത് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എൻ്റെ വീഴ്ചകൾ, എൻ്റെ അബദ്ധങ്ങൾ, എനിക്ക് പറ്റിയ ചതിവുകൾ, ശ്രോത്രെ, എനിക്ക് പറ്റിയ പാളിച്ചകളെല്ലാം ദൈവം മാറ്റി എന്നെ ദൈവമായ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോവുക എന്ന് കേട്ട ദൂത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രികാലം ദൈവത്തോട് ഒരു വാക്ക് ചോദിച്ചേ, ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പാ, ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ വീടുകളിലിരുന്നാ കേൾക്കുന്നതെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ച് ദൈവത്തോട് ചോദിച്ചേ, നാഥാ എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കാണണം, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം കാണണം, എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ മോൻ അനുഗ്രഹിക്കപ്പെട്ട് കാണണം,
എൻ്റെ കുടുംബം ദൈവസന്നിധിയിൽ കാണണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കും. വളരെ സിമ്പിളാകുക ചോദിക്കുക. ഞാൻ ദൈവത്തെ വിശ്വസിച്ച് സ്നാനപ്പെട്ട ആളാണ്, പക്ഷെ എനിക്ക് ഉത്തരം മുട്ടി നിൽക്കുകയാണ്, ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് തിരിച്ചൊരു ചോദ്യം നിന്നോട് ചോദിക്കും. ഞാൻ എൻ്റെ ആത്മാവിനെ നിനക്ക് അയച്ചു തരാം, എൻ്റെ ആത്മാവിനെ അനുസരിച്ച് പോകാമോ? സ്വർഗം നിന്നെ ഇന്ന് രാത്രികാലം കിരീടം വെപ്പിച്ച് വിടുകയാണ്. മുൾക്കിരീടം ഇങ്ങോട്ടെടുക്കുന്നു ദൈവം, പകരം എസ്തേറിന് കിട്ടിയതുപോലത്തെ ഒരു കിരീടം നിന്റെ തലയിലേക്ക് വെക്കുകയാണ്. ദൈവാത്മാവ് പറയുന്നു, സിസ്റ്റർ, ഒരുപക്ഷെ കർത്താവ് പറഞ്ഞു തുടങ്ങിയതുപോലെ ഇനിയും കഷ്ടങ്ങളും പ്രയാസങ്ങളും പരിശോധനകളും കാണും, പക്ഷെ ഞാൻ നിന്നെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. അതിനാരും ഭാരമുറുക്കി ഇറങ്ങണ്ട. ഇന്ന് രാത്രി അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അത്തരങ്ങൾ തുറന്ന് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്ന പോലെ കരമുയർത്തിയോ സ്തോത്രം ചെയ്തോ കൈയടിച്ചോ എങ്ങനെയുമാകട്ടെ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദേശത്ത് വ്യാപരിക്കുന്ന ദുഷ്ടശക്തിക്ക് നേരെ ഒരു സൈന്യത്തെ പോലെ യോഗം തുടങ്ങിയപ്പോൾ ഒരു അസ്ഥിക്കൂട്ടമായിരുന്നു, പക്ഷേ സമയം 9-10 കഴിയുമ്പോൾ ഒരു സൈന്യമായി ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി അസ്ഥിയായി കിടക്കുന്നവർ ഇത്രയും ശക്തിയേറിയ ദൂത് കേട്ടിട്ടും ഈ താഴ്വരയിൽ ദൈവത്തിന്റെ ശ്വാസം ഊതിയിട്ടും ദൈവത്തിന്റെ ദൂത് ഇറങ്ങി വന്നിട്ടും പിന്നെയും അസ്ഥിയായി കിടക്കുന്നവരവിടെ കിടക്കട്ടെ. സൈന്യമായി മാറിയവർ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. പരിശുദ്ധനെ ജനം ആരാധിക്കുന്നത് ദൈവം കാണുന്നല്ലോ, വിശ്വസിക്കുന്നത് ദൈവം കാണുന്നല്ലോ. അന്യഭാഷ പറഞ്ഞ് കണ്ണ് നിറഞ്ഞ് കർത്താവിന്റെ കയ്യെ പിടിച്ച് ദൈവത്തിന്റെ കൂടെ വരാൻ കൊതിക്കുന്നവരെ ദൈവം കാണുന്നല്ലോ. ഞാൻ ഇവർക്ക് നേരെ കരം നീട്ടുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ കെട്ടഴിക്കും, നീ അവരോട് പറ നുകം കുടഞ്ഞു കളയാൻ. ചില രോഗങ്ങൾ, ആസ്മ പോലത്തെ രോഗങ്ങൾ, ഡയബറ്റിസ് അടക്കമുള്ള രോഗങ്ങൾ ഒരു നുകം പോലെ മെഡിക്കൽ അൺഫിറ്റ് ആകാൻ പ്രായമൊന്നും ആയില്ല, അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം കുരു കഴിക്കുന്നു. സിസ്റ്റർ, കൊടഞ്ഞുകള ആത്മാവിന്റെ ബലത്തോടെ ഇന്ന് രാത്രി. ഇനി നീ സ്കാനിങ്ങിന് പോകണ്ട, ഇനി നീ ഓപ്പറേഷന് വിധേയപ്പെടണ്ട. ബ്രദറെ, ഇന്ന് രാത്രി കാലം സ്വർഗം പറയുന്നു, നീ മരിക്കുന്നവരെ മരുന്ന് കഴിക്കണ്ട, യേശു ഇവിടെ ഉണ്ട്. അത്ഭുതങ്ങളെ വിശ്വസിക്കുക. സ്വർഗം ഇന്ന് രാത്രി ചില നുകങ്ങൾ എടുത്തെറിയുന്നു. സഭ ഉണരട്ടെ, സഭ ഉണരട്ടെ. ഇന്ന് രാത്രി ചിലരെ നിന്റെ പാളയത്തിലേക്ക് ദൈവം കയറ്റിവിടുകയാ. സ്തോത്രം ചെയ്ത് സ്വീകരിക്ക്, സ്തോത്രം ചെയ്ത് സ്വീകരിക്ക്. വെളിപ്പാടിൽ കാണ്, വെളിപ്പാടിൽ കാണ്. സ്തോത്രം. ഞാൻ നട്ടു വളർത്തിയതുപോലെ 25 വർഷമായി ഈ കർത്തൃദാസന്മാരിൽ പലർക്കും അറിയാം. നെടുമ്പാട് വീണ് കണ്ണുനീരിൽ കുതിർന്ന് ആത്മാക്കളെ ചോദിച്ചു വാങ്ങിച്ചൊരു ദൈവദാസന. ഇവിടുത്തെ സഭയ്ക്കൊരു ഉണർവുണ്ട്. സ്വർഗം പറയുന്നു, നിങ്ങൾ ഈ സഭയോട് ബന്ധപ്പെട്ടവർ, ഉണർവിന്റെ പങ്കാളികളാകാൻ വന്നിരിക്കുന്ന കർത്തൃദാസന്മാരും ദൈവസഭയും കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നല്ല തിറമുള്ള കുടുംബങ്ങളെ കൈകൊടുത്ത് സ്വീകരിക്കുക സഭയിലേക്ക്. സ്വർഗം ചിലരെ ഓടിച്ചു കയറ്റാൻ പോകുക. സഭയെ സങ്കേത നഗരം പോലെ ലോകം തള്ളിയത്, വൈദ്യശാസ്ത്രം തള്ളിയത്, കർത്തൃദാസന്മാർക്ക് ദൈവം കൃപാവരങ്ങൾ തരാൻ പോകുക. നീ കൈവച്ചാൽ വിടുതലുണ്ടെന്നൊരു ശ്രുതി പരക്കാൻ പോകുക. സ്വർഗം അത് ചെയ്യുന്നു. കൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ദൈവമേ, എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്നവരുടെ ദൈവത്തിന്റെ പുതപ്പ് വീഴട്ടെ, പുതപ്പ് വീഴട്ടെ. കാല പെറുക്കാൻ വന്നവരെ പോലെ യോഗം കൂടാൻ വന്ന രൂത്തുമാർ ഇന്ന് രാത്രി ബോവസിന്റെ പുതക്കിന്റെ കീഴെയാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇനി അവൾ ഈ വയൽ വിട്ട് പോകരുത്, ഇനി സഭ വിട്ട് പോകരുത്, ഇരുതോണിയിൽ കാല് വെക്കരുത്. ചിലരെ ഞാൻ വെളിപ്പാടിൽ കാണുന്നു. ഇന്ന് രാത്രി കാലപെറുക്കാൻ വന്നതുപോലെ യോഗം കൂടാൻ വന്ന 10 രൂപ സ്വോത്ര കാഴ്ചയിട്ട് പ്രസംഗം കേൾക്കാൻ വന്ന ചിലരെ ഈ വയലിന്റെ ഭാഗമാക്കുന്നു, ഇതിന്റെ ഉടമയാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വീണ്ടെടുപ്പ് നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എത്ര രൂപ കയ്യിൽ കിട്ടിയാലും തികയാതെ വണ്ണം കടഭാരത്തിന്റെ മേൽ കടഭാരമായി, പലിശയുടെ മേൽ പലിശയായി നുകമേറ്റ് നിൽക്കുന്ന ചിലരുടെ കഴുത്തിൽ നിന്ന് കടഭാരത്തിന്റെ നുകം ഇന്ന് രാത്രി എടുത്തു മാറ്റുകയാണ് ദൈവം. വിശ്വസിച്ചേറ്റെടുക്കും ബ്രദർ. ഇന്ന് രാത്രിക്കാലം ഇതിലപ്പുറം ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രാത്രി ദൈവാത്മാവിന് വിധേയപ്പെട്ട
ഭയപ്പെട്. എന്നിട്ട് കരമടിക്കുന്ന കൂടെ പറ, ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടന്നോളാം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നോളാം. ഏറ്റെടുക്ക, സ്വോത്രം ചെയ്യ. ഇരു കരവും ദൈവത്തിന് മുമ്പിൽ കൊടുത്തു പറ, എനിക്ക് എന്നെ തന്നെ നിനക്ക് തരാപ്പാ. ഞാൻ ഭക്തിയോടെ ജീവിച്ചോളാം, സമാധാനത്തിൽ ജീവിച്ചോളാം. ആത്മീക വർധനവ് എനിക്ക് തരണം. ചില വിഷയങ്ങൾ പരാജയപ്പെടണം. എല്ലാ ദുഷ്ട വ്യാപാര ശക്തികൾ എന്റെ പുരയിടത്തിനകത്തുനിന്ന് മാറിപ്പോണം. ഏലിയ ഉള്ളിടത്ത് ബാലിന് വെളിപ്പെടാൻ കഴിയാതെ പോയതുപോലെ, പൗലോസ് ഉള്ളിടത്ത് ചെന്നായ്ക്കൾ കയറാതിരുന്നത് പോലെ, ഇന്ന് രാത്രി നീ ഉള്ളിടത്ത്, ആത്മീകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നീ ഉള്ളിടത്ത് ഇരുട്ട് കയറരുത്. ജയമെടുക്ക്, ജയമെടുക്ക്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ക്രൂസൈഡിൽ രണ്ടാം രാത്രിയിൽ ദൈവം എഴുന്നേറ്റിരിക്കുക. സ്തോത്രം. ആരാധിക്കുന്നവരെ കരങ്ങളിൽ തരുന്നു, പ്രാർത്ഥിക്കുന്നവരെ കരങ്ങളിൽ തരുന്നു, ദൈവദാസന്മാരെയും ഇവിടുത്തെ സഭയെയും കരങ്ങളിൽ തരുന്നു. യേശു പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. മാർച്ച് മാസം അത്ഭുതങ്ങൾ കണ്ടിരിക്കും. ചിലര് സഭയ്ക്കകത്ത് കയറി വന്നിരിക്കും. സ്വർഗം അത് ചെയ്തിരിക്കും. മുഖങ്ങൾ തെറിച്ചു പോയിരിക്കും. ജനം സമാധാനം അനുഭവിക്കും. സ്വർഗം അത് ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ